പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കരിമീനെ തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ പനിയൊക്കെ കേട്ടോ, അതാ വീർതിരിക്കുന്നത്. അപ്പോൾ സാധനം എല്ലാം പറക്കി സെറ്റ് ചെയ്ത് നമുക്കമ്മ ഫിഷിങ്ങിലോട്ട് പോകാം. നല്ല അടിപൊളി കരിമീൻ കിടപ്പുണ്ട്, ഓരോ 1/2 കിലോ മിച്ചം വരുന്ന കരിമീൻ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഷൂട്ടിലോട്ട് പോകാം. ഓക്കെ, നമുക്കെന്നാ ഷൂട്ടിലോട്ട് പോവാം. അടിപൊളി ഒരു കരിമീൻ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഒന്ന് സൈഡ് തിരിഞ്ഞ് നിൽക്കും, നമുക്ക് എയിം ചെയ്യാൻ പറ്റത്തില്ല. സൈഡ് കൂടി ചേർന്ന് നിൽക്കും. ഇച്ചിരി കൂടെ നമുക്ക് മാറി ഇന്നൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. അല്പം ഒന്ന് മാറി ഇന്ന് നോക്കട്ടെ, കിട്ടുമെന്ന് അറിയത്തില്ല, അല്ല ഒന്ന് നോക്കാം. കുറച്ച് കരിമീൻ അവിടെ നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കണ്ടോ. അതിൽ കൊള്ളാവുന്നൊരു കരിമീനെ നമ്മളിപ്പോൾ എയിം ചെയ്യുന്നത്. അടിപൊളി ഒരു കരിമീൻ രാവിലത്തെ ഷൂട്ടിൽ കരുതി കരിമീൻ. ഇന്നത്തെ ഫസ്റ്റ് ഷൂട്ട് നമ്മൾ കാണിക്കാം. കവറിലാക്കട്ടെ. ഫസ്റ്റ് ഷൂട്ട് രണ്ടോ നോക്കട്ടെ. 1/2 കിലോളം വരുന്ന കരിമീനൊക്കെ അതിനകത്ത് കിടക്കുന്നത്. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടിപൊളി ഒരു കരിമീൻ നമ്മളിപ്പം ഷൂട്ട് ചെയ്തെടുക്കുന്നതാണ്. അടിപൊളി നമ്മളെ പാളക്കരിമീൻ എന്നൊക്കെ പറഞ്ഞാണ്ടോ, അടിപൊളി കരിമീൻ. ഉണ്ടോ, അടിപൊളിയുണ്ടോ. കണ്ട നമ്മൾ കൊണ്ടുവന്ന് കൊല്ലിക്കത്തിടാം. ബാഗ് എടുക്കാം കേട്ടോ. ബാഗ് എടുത്തെങ്കിലേ പറ്റും. ബാഗ് എടുത്ത് സെറ്റ് ആക്കട്ടെ, എന്നിട്ട് ബാഗിനകത്തിടാം. നമ്മൾ പുതിയൊരു ഡാർട്ട് വാങ്ങി. നമ്മൾ ആ ഡാർട്ടിൻ്റെ പരിപാടി തന്നെ കേട്ടോ. കണ്ടോ, അടിപൊളി ഒരു ഡാർട്ട്. ഇത് ഡീപ്പ് ഡാർട്ട് അല്ല കേട്ടോ, റെഡ് ഡാർട്ടാണ്. കാരണം ഇത് ഡീപ്പിൽ പോകുന്നതല്ല, ഇത് വാഹാവരാലിനൊക്കെ അടിക്കാൻ പറ്റുന്നത്. പക്ഷെ നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഡീപ്പിൽ പോകുന്നതൊന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഡീപ്പിൽ പോകുന്ന അറിയത്തില്ല, എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. നമ്മുടെ ഉന്നം പോലെ ഇരിക്കും ഡീപ്പിലോട്ട് അടിച്ചിറങ്ങി പോകുന്നത്. ഒന്ന് നോക്കട്ടെ. ചെറിയ കരിമീൻ. ഡീപ്പിലോട്ട് ഇത് അടിക്കാനൊക്കെ പറ്റും. കാരണം നമ്മൾ ഇച്ചിരി ദൂരം കൂട്ടി അടിച്ചെങ്കിലേ കറക്റ്റ് അത് കിട്ടത്തുള്ളൂ. ഞാൻ ആ എയിം ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിച്ചിരി ദൂരം കൂട്ടിയാണ് ഞാൻ എയിം ചെയ്തത്. പാള പോലത്തെ ഉള്ള കരിമീനുണ്ടോ, അടിപൊളി കരിമീൻ. അടിപൊളി കരിമീനുണ്ടോ. ഈ പനികളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കാരണം ഒരു വല്ലാത്ത പനിയായത് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ പനി വരുവാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം കേട്ടോ. വെള്ളം നല്ല കരിക്കും വെള്ളമൊക്കെ കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. കരിക്കും വെള്ളമൊക്കെ കുടിക്കുന്നത്. അവർക്ക് ഈ പനി വന്നു കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ പാടാം. നമുക്കിനി അടുത്തൊരു ഷൂട്ടിലോട്ട് പോകാം. എൻ്റെ ഇത് കണ്ട കവണ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നേ. ആ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ടാണ് ഞാൻ കവണ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയത്. എവിടെങ്കിലും ഒരിടത്ത് സമാധാനത്തിൽ മീൻ നിന്നെങ്കിലല്ലേ നമുക്ക് എയിം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കവണ ആക്കിയത്. ഓടാനുള്ള സമയം കൊടുക്കുന്നു. ഇതും നമ്മൾ ആദ്യം പിടിച്ചേണ്ട
അടിപൊളി ഒരു കരിമീൻ കണ്ടോ, പാളയ്ക്ക് പാള. കെട്ടടിച്ചു വിടാൻ കണ്ടോ. പാളിച്ചെന്ന് കൊണ്ടയാൻ തോന്നുന്നു. ഉണ്ടോ? കാത്തിനേക്കാളും വലുതാണ്ടോ. നിൽക്കാറില്ല. ഒരു കരിമീൻ ഓടി വന്ന് ഒരു മടലിൻ്റെ കീഴിൽ തന്നെ വന്ന് നിൽക്കുക കേട്ടോ. മടലിൽ കൊണ്ട തീർന്നു. ആ വെള്ളത്തിൻ്റെ അടിയിൽ ഒരു മടൽ കിടപ്പുണ്ട്, അതിനോട് ചേർന്ന ഒരു കരിമീൻ നിൽക്കുന്നത്. നമ്മൾ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. അടിപൊളി മടലിൽ കൊണ്ടെന്ന് തോന്നുന്നു. മടലും വലിച്ചെടുത്തുകൊണ്ട് വരുന്നു. ഇതായി കരിമീൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ തക്കത്തിന് എവിടെയെങ്കിലും കയറി അങ്ങ് ചുറ്റിയാൽ പിന്നെ ഒന്നെങ്കിൽ നമ്മൾ ഇറങ്ങിയെടുക്കണം, ഇല്ലെങ്കിൽ അത് പൊട്ടിച്ച് കളയണം. എന്താ കരിമീൻ്റെ കുഴപ്പം ഇതാണ്ടോ, ഓടിച്ചെന്ന് മടലിനകത്ത് അടിച്ചു കയറും. കെട്ട് വീണ തീർന്നു. ഇത് എവിടാണ്ടൊക്കെ ചെന്ന് കുരുങ്ങി കേട്ടോ. ഉണ്ടോ? ഓർമ്മകൾ വരുന്നത് കൈ. അടിപൊളി. ദൂരെന്നെ പിടിച്ചെങ്കിലും കുരുങ്ങാതിരിക്കും. ഉണ്ടോ? രണ്ടെണ്ണം കിട്ടുമെന്ന് പറഞ്ഞടിച്ചതാ, പക്ഷെ ഒരെണ്ണം കിട്ടിയത്. വേലിയേറ്റ വേണ്ട. ഉണ്ടോ? അടിപൊളി. ഒരെണ്ണോളം നിൽപ്പുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് കേട്ടോ. ഉണ്ടോ? മറ്റേനൊക്കെ ചെറുതാണ്. ഫിഷിംഗ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഫിഷിംഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കിനി നാളെ ഈ സമയത്ത് നമുക്കിവിടെ വന്ന് ഒന്നുകൂടെ നോക്കാം. ഈ സ്പോട്ടിൽ നമ്മൾ ഒന്നുകൂടെ വരുന്നതായിരിക്കും. അവിടെ ഇഷ്ടംപോലെ കരിമീൻ കിടപ്പുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണാം. പനിയായതുകൊണ്ടാണ് ഞാൻ കുറേ നേരം മീൻ പിടിക്കാൻ നിൽക്കാഞ്ഞ് കണ്ടോ. തീരെ വയ്യായിരുന്നു, അത്രയും വെയിലുണ്ടായതുകൊണ്ട് തീരെ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം.